30 തന്തയ്ക്ക് പറഞ്ഞ നാർസിസ്റ്റ് ശരിക്കും 3 ടൈപ്പ് ഉണ്ട്. അതിൽ മൂന്നാമത്തേത് 300 തന്തയുടെ സ്വഭാവം കാണിക്കും. സയനൈഡ് കേസിലെ ജോളി ജോസഫ് ഒക്കെ ഈ ടൈപ്പാണ്. മെഹുന പറഞ്ഞുതരാം. ഒന്ന്, ഗ്രാൻഡിയോസ് നാർസിസ്റ്റ്. ഇവർ ഓവറായിട്ട് ആത്മവിശ്വാസവും എക്സ്ട്രോവേർട്സും ആയിട്ടുള്ള 5 മിനിറ്റ് കൊണ്ട് ആരെയും സംസാരിച്ച് വശത്താക്കാൻ കഴിവുള്ള, കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യരാണ്. എല്ലാ കാര്യത്തിനും സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് നിൽക്കണമെന്നാണ് ഇവരുടെ താല്പര്യം. ഇവരെ സ്പോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവർക്ക് സിമ്പതി, എമ്പതി, സെന്റിമെന്റ്സ് എന്നീ വികാരങ്ങളൊന്നും കാണില്ല. പിന്നെ ഇവരുടെ പബ്ലിക് ഇമേജ് ഭയങ്കര നീറ്റ് ആയിരിക്കും. അത് തകർക്കാൻ ശ്രമിക്കുന്നവനെ ഇവർ പൊളിച്ചെടുക്കും. 2, കോവേർട്ട് നാർസിസ്റ്റ്. ഇവർ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള, സ്വയം ഒരു മതിപ്പില്ലാത്ത, സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞു നിൽക്കുന്നവരായിരിക്കും. ഇവരുടെ കഥയിൽ എപ്പോഴും ഇവരായിരിക്കും വിക്ടിംസ്. അവരുടെ പാസ്റ്റ് ട്രോമാസ്, ഇഗ്നോർ ചെയ്യപ്പെട്ട ചൈൽഡ്ഹുഡ് ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഇമോഷണലി ലോക്ക് ആക്കും. എന്നിട്ട് നിങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റും. കാരണം അവരുടെ മനസ്സിലെ ആ ഒരു പേടി മാറ്റാനായിട്ട് ഡെയിലി നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. ഇവരെ സ്പോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കുറ്റം പറഞ്ഞു നോക്കുക. അവർ പെട്ടെന്ന് വയലന്റ് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ് തരും. വിമർശനം ഒട്ടും സഹിക്കില്ല. ഏറ്റവും ഭയാനകമായിട്ടുള്ള മൂന്നാമത്തെ ടൈപ്പാണ് മാലിഗ്നന്റ് നാർസിസം. ഇത് ഗ്രാൻഡിയോസിന്റെയും കോവേർട്ടിന്റെയും പെർഫെക്റ്റ് മിക്സ് ആണ്. സ്വന്തം ഫിസിക്കൽ, ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടി ഇവർ ഏതറ്റം വരെയും മാനിപ്പുലേഷൻ ചെയ്യും. ആന്റി സോഷ്യൽ ബിഹേവിയർ ആയിരിക്കും കൂടുതൽ. പിന്നെ ഇവർക്ക് കുറ്റബോധം എന്നൊരു വികാരം വരില്ല. കാരണം ഇവരുടെ മനസ്സിൽ ഇവരൊരിക്കലും തെറ്റ് ചെയ്യില്ല. പിന്നെ വിക്ടിംസിന്റെ വേദന കണ്ട് ഇവരെ മനസ്സിൽ ചിരിച്ച് സന്തോഷിക്കും. പിന്നെ ഒരു കാര്യം ഗ്യാരണ്ടി പറയാം, മരണം വരെ അവർ നിന്നെ വിട്ടു പോവില്ല. ഇനി നിന്റെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാം. ബയോ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്യാം, നമുക്ക് ശരിയാക്കാം.